welcome or welcome back. So today's video about a Easter vlog and the video contains 2 days. അപ്പോൾ ഇത് സാറ്റർഡേ എടുത്ത വ്ളോഗാണ്. ഏകദേശം ഒരു 6 ആ ഒരു ടൈമിൽ എടുത്തായിരുന്നു. സോ വി ആർ ഗോയിങ് ടു മൈ ആൻറ്റീസ് ഹോം. ആൻറ്റി പറയുന്നുണ്ടായിരുന്നു അങ്ങോട്ട് ചെല്ലാനായിട്ട് ഈസ്റ്ററിന്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോയത്. പോകുന്ന വഴി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 6 PM ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നല്ലതായിട്ട് ഇരുട്ടി, പിന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്രയും ഇരുട്ടിയത്. ഇപ്പോൾ ഒന്നും അങ്ങനെ വലുതായിട്ടില്ലായിരിക്കും, പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ടൈം 6:44 പിന്നെ നമ്മൾ ചുമ്മാ ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് പോവായിരുന്നു. അവിടെ ഒത്തിരി ദൂരമൊന്നും ഇല്ല കേട്ടോ, പക്ഷേ നല്ലതായിട്ട് ഇരുട്ടി വരാണ്ട് ചെന്നപ്പോഴത്തേക്കും ഇത്രയും ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ബാക്കി ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ക്ലിപ്സൊക്കെ എടുത്തിട്ടുള്ളൂ കേട്ടോ. ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിയാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഗെയിം കളിക്കായിരുന്നു. ഇതെൻ്റെ അച്ഛമ്മയുടെ ഫോണിലെ ഗെയിമാണ്. അതിൽ ഞാൻ ഈ ഒരു ഗെയിമേ കളിക്കാറുള്ളൂ. അപ്പോൾ ഞാൻ ചുമ്മാ കുറേ നാൾ കൂടി കളിച്ചതാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഗെയിം ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കങ്ങനെ ഭയങ്കര ഫേവറേറ്റ് ഗെയിംസ് ഒന്നുമില്ല. പിന്നെ ഞാൻ ഇത് കളിക്കാറുണ്ട്, ബ്ലോക്ക് ക്രാഫ്റ്റ് കളിക്കാറുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മൾ രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ കിച്ചണിലൊക്കെ പോയി നോക്കിയിട്ട് നേരെ പോയി കിടക്കുമായിരുന്നു. ഇത് ഞാൻ കൊണ്ടുപോയ ബാഗാണ്. പിന്നെ ഇപ്പം രാവിലെയാണ് എണീറ്റത്. നേരം ഞാൻ എണീറ്റപ്പോൾ തന്നെ വീഡിയോയുടെ കാര്യം ഓർത്തു, അതുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തത്. അല്ല ഇതും മറന്നു പോയേനെ. പിന്നെ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചർച്ചിൽ പോകാനുണ്ടായിരുന്നു. എല്ലാ തവണയും ഈസ്റ്ററിന് നമ്മൾ പള്ളിയിൽ പോകും. പിന്നെ എല്ലാ സൺഡേയും നമ്മൾ ലീവ് എടുക്കാറില്ല, എല്ലാ ഡേയും പള്ളിയിൽ പോകാറുണ്ട് സൺഡേയിൽ. രാത്രി 3 മണിക്ക് പോകാൻ എല്ലാ തവണയും ഈസ്റ്ററിന് രാത്രി 3 മണിക്കാണ് പോകാറ്. അപ്പോൾ ആ ടൈമിൽ പോകാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ആൻറ്റിയും എൻ്റെ അച്ഛമ്മയൊക്കെ പറഞ്ഞു 7 മണിക്ക് പോകാമെന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ 2 തവണ പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ 7 മണിക്ക് പോയത്. അതുകൊണ്ട് നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെ വീട്ടിൽ വന്നിട്ട് നമ്മൾ എൻ്റെ വീട്ടിലല്ല, ആൻറ്റിയുടെ വീട്ടിൽ, അവിടെ നിന്ന് നമ്മൾ നോമ്പ് തുറന്നു. 50 ദിവസത്തെ നോമ്പായിരുന്നു. അപ്പോൾ 50 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ നോമ്പെടുത്ത ചിക്കനും മീനും ആയിരുന്നു. അപ്പം ഞാൻ ഫ്രണ്ടിലായിരുന്നു ഇരുന്നത്. പിന്നെ ഞാൻ എൻ്റെ നെറ്റൊക്കെ മാറ്റിയിട്ട് വീഡിയോ എടുക്കുമായിരുന്നു, സൈഡിൽ അവിടുത്തെ വ്യൂസൊക്കെ. പിന്നെ ഇത് ഞാൻ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ എടുത്ത ഒരു ക്ലിപ്പാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇത് ഫുള്ള് ഷഫിളായിരുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് ഇത്ര വരെ കുറേയൊക്കെ ശരിയായി. ഇത് മാറിപ്പോയി. എന്തായാലും ഇനി ഇത് തിരുത്താൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ വോയിസ് ഓവർ ഫുള്ള് പോകും. അതുകൊണ്ട് ഞാനിത് തിരുത്തിയില്ല. അപ്പോൾ ഇവിടെ ഈ ഒരു വഴിയിലൊക്കെയാണ് നമ്മുടെ മറ്റേ സോങ് ഉണ്ടല്ലോ, കാട്ടുചെമ്പകം പൂത്തോട്ടി എന്നൊക്കെ പറഞ്ഞ്, പൂത്തോട്ടി എന്നാണോ, അങ്ങനെ ഒരു സോങ് ഉണ്ടല്ലോ കാട്ടുചെമ്പകം. ആ സോങ്ങൊക്കെ ഇവിടെയൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. എൻ്റെ വീട്ടിൽ നിന്ന് ഒത്തിരി ദൂരമൊന്നും അല്ല കേട്ടോ. ആൻറ്റിയുടെ വീടിൻ്റെ വഴി തന്നെയാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള വഴിയാണത്. നമ്മൾ കുറേ തവണ വന്നിട്ടുണ്ട്. അന്നേരമാണ് പപ്പ പറഞ്ഞത് ഇവിടെയാണ് ആ പാട്ടുള്ളതെന്നൊക്കെ. അവിടെ തന്നെയാണെന്നല്ല, ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടാണ് അതിൻ്റെ ഓരോ സീൻസൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകുന്നു. ഇതൊക്കെ നമ്മുടെ ഞായറാഴ്ച തന്നെയാണ്. വീട്ടിലെത്തി ചോറുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എല്ലാവരും ഓടി വരുമായിരുന്നു. 6 പേരുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെയാണ് ഭയങ്കര കരച്ചിലായിരുന്നു എല്ലാവരും. സിംബി സാക്ഷയാണെങ്കിൽ ഓടാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഞാൻ വരാൻ പറഞ്ഞിട്ടും അവൾ എൻ്റെ മുഖത്ത് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഫിഷിനെയൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഇവരൊക്കെയാണ്. ഒത്തിരി ഫിഷൊന്നും ഇല്ല കേട്ടോ, അകത്ത് വെച്ചിട്ടുള്ളത് മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ. പുതിയത് മേടിക്കണം, അതിൻ്റെ വ്ളോഗ് എന്തായാലും ഞാൻ ഇടാം കേട്ടോ. പിന്നെ നാളെ, അതായത് തിങ്കളാഴ്ച, എനിക്ക് നമ്മുടെ കാറ്റഗിസത്തിൻ്റെ എക്സാമാണ്. ഞാൻ സൺഡേ ക്ലാസ്സിൽ 9th പഠിക്കുന്നത്. ഇനി ഞാൻ 10th പോകുന്നത് സൺഡേ ക്ലാസ്സിൽ. ശരിക്കും ഞാൻ 8th 9th പോകുന്നത്. എൻ്റെ ബ്രദർ എന്നെക്കാൾ 1 വയസ്സ് മൂത്താണ്. അപ്പോൾ അവനെ 1ാം ക്ലാസ്സിൽ ചേർത്ത സമയത്ത് എന്നെയും അവൻ്റെ കൂടെ തന്നെ സൺഡേ ക്ലാസ്സിൽ ചേർത്തതാണ്. അതുകൊണ്ട് ഞങ്ങൾ സൺഡേ ക്ലാസ്സിൽ ഒരേ ക്ലാസ്സിലാണ്, 9th. ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പറഞ്ഞ പോലെ ലൈക്ക്, സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും മറക്കണ്ട. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈസ്റ്ററൊക്കെ കഴിയാറായി, എങ്കിലും കുഴപ്പമില്ല. ഹാപ്പി ഈസ്റ്റർ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.